ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദം ബിരിയാണി എന്ന് പറഞ്ഞ ഇതാണ് മക്കളെ. കഴിച്ചു നോക്കിയ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചെന്റെ കുട്ടാ? സാധിക്കും, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒരു ദം ബിരിയാണി പറഞ്ഞ കഥയിലോട്ട് കിടക്കും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒക്കെ ബാ കമോൺ. നമ്മളിന്ന് പർച്ചേസിനായിട്ട് എത്തിയത് തൃശ്ശൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ. ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയാൽ കുറെ സാധനങ്ങൾ കാണും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ ദം ബിരിയാണി മാത്രമായിരിക്കണം. നേരെ ചിക്കൻ അവിടെ ഒരു കൊന്ന് ചിക്കൻ നമ്മളവിടെ കാത്തിരിക്കണ്ടായിരുന്നു. അതിലൊരു ചിക്കൻ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. സോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് നേരെ തണ്ണിമത്തന്റെ അവിടെ ഇപ്പൊ എന്നെ വിളിച്ചു ഗൈസ്, ഇത് എടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ പോക്കി കാണിച്ചു കൊടുത്തു. എന്തോ ഭാഗ്യം മൂക്കൂത്തി അതിന്റെ ഉള്ളിൽ വീണില്ല. അങ്ങനെ അതും പൊക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് അപ്പുറത്ത് ഒരു വല്ലാത്തൊരു ബഹളവും എന്തിക്കും. നോക്കിയപ്പോ 49 രൂപയ്ക്ക് സ്ട്രോബെറി ബോക്സ് എടുത്ത് കൊണ്ടിടുമ്പോഴേക്ക് ആൾക്കാർ എടുത്തോണ്ട് പോവായിരുന്നു ഗൈസ്. അത്ര അധികം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും എടുത്തു ഒരു ബോക്സ്. ഓരോരുത്തരെ കടക്കടക്കായിട്ടോ കൊണ്ടുപോകുണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ബോക്സ് ഉണ്ടായിരുന്നു. അതിലേക്ക് കൊണ്ട് വെക്കാനുള്ള ഗ്യാപ്പ് പോലും ആൾക്കാർ കൊടുക്കണ്ടായിരുന്നില്ല. അപ്പോഴും എടുക്കുന്നത് ഈ ആൾക്കാരെന്നുള്ളിൽ നിന്ന് ഞാനും പെടുട്ടെ. നമ്മളൊട്ടും കുറക്കരുതല്ലോ. പിന്നെ നേരെ നമ്മൾ കേക്ക് സെക്ഷനിലോട്ട് കിടന്നു കേട്ടോ. ഓരോ ഷേപ്പിലൊക്കെ കേക്കുകൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഞാൻ പൊതുവെ വരുമ്പോൾ കേക്കുകളൊക്കെ മേടിച്ച് പോകാറുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്രഷ് സാധനം കിട്ടും. പിന്നെ ചോളം എവിടെ കണ്ടാലും ഞാൻ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. പക്ഷെ നല്ല ചോളം നോക്കി എടുക്കാനുള്ള ഒരു കഴിവില്ലെങ്കിലും ഏതേലൊക്കെ ഒരെണ്ണം നോക്കി എടുക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കും, ദൈവമേ നല്ലതാവണേന്ന്. കുറെ പച്ചക്കറികളൊക്കെ ഫ്രഷ് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ ബില്ലിങ്ങിലോട്ടൊക്കെ കിടന്നു ഗൈസ്. പിന്നെ ബില്ലിങ്ങിലോട്ട് കിടക്കുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു കവർ സൂക്ഷിച്ച് വെക്കണം. എവിടെ പോയാലും ഒരു കവർ എടുക്കണം ഗൈസ്. എൻ്റെ അടുത്ത് ചോദിക്കും, ഒരു 10 രൂപയല്ലേ നിനക്ക് ഇത് മേടിച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ മേടിക്കൂല ഗൈസ്, എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഞാൻ താങ്ങി നടന്നു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു നേരമായി. ഇനി പിറ്റേ ദിവസം നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻസ് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും തുടങ്ങണം കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് നേരത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളക്കണേ. അപ്പൊ 2 പേർക്ക് 3 നേരം കഴിക്കാനുള്ള ഒരു അളവിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണം. ആദ്യം തന്നെ നമുക്ക് റൈസ് സോക്കിയാണ്. അപ്പൊ 2 കപ്പ് ബാസ്മതി റൈസ് ഇതേ എടുത്തിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്യാം കേട്ടോ. അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു ഫോൺ എടുക്കുക, അലാം സെറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാട്ടെ. ഏതാണ്ട് ഒരു 20 ഗാർലിക് എടുക്കുക. ഒരു മീഡിയം സൈസ് ജിഞ്ചർ എടുത്തിട്ട് സകല ശത്രുക്കളെ ആലോചിച്ച് അങ്ങ് പേസ്റ്റ് ആക്കി എടുത്തു. ഇനി നമ്മുടെ മാരിനേഷന് വേണ്ട സാധനങ്ങൾ അങ്ങ് നിരത്തി വെക്കാം. ഉപ്പ്, നാരങ്ങ, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മെഷറിംഗ് സ്പൂൺസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. ബാക്കി പകുതി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാം കേട്ടോ. അടുത്തത് ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആണ്. ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിൽ തെറ്റരുത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. അപ്പൊ ഇത്രയും ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. നന്നായി ആ മസാലയൊക്കെ പിടിക്കണം. എന്നിട്ട് ഒരു മണിക്കൂർ റെഫ്രിജറേറ്ററിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ മസാലയൊക്കെ നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. നമ്മുടെയൊക്കെ വെറുതെ ഉള്ള ഒരു വിചാരം കേട്ടോ, നമ്മൾ വെച്ച ചിക്കൻ ബിരിയാണി ആവില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ. ഇതേ അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ ബിരിയാണി തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഈ സംഭവം സൈഡാക്കി നന്നായി മിക്സ് ചെയ്ത് തന്നെ എടുത്തോ. സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്തോ. ഈ സംഭവം സൈഡാക്കിയതിന് ശേഷം നമുക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു 4 മീഡിയം സൈസ്ഡ് ഓണിയൻ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുക. അപ്പൊ ഞാനിവിടെ കാര്യങ്ങളൊക്കെ പടപടാന്ന് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അച്ഛനെ വിളിച്ചിട്ടാണ് അത് ചോപ്പ് ചെയ്യിപ്പിക്കണേ. എന്റെ ഒരു 10 മിനിറ്റത്തെ പണിയാണ് ഗൈസ്. ആ 10 സെക്കൻഡിൽ അച്ഛൻ സവാള ഗിരിഗിരി എന്ന് പറഞ്ഞ് അരിഞ്ഞു കളഞ്ഞത്. ഉള്ളി അരിയുമ്പോ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആവും എന്നാണൊക്കെ കേട്ടിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇനിയുള്ള പരിപാടികളൊക്കെ ഭയങ്കര റബ്ബറാന്നായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി എടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക കേട്ടോ. സാധാ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. അതിലോട്ട് അരിഞ്ഞു വെച്ച ഉള്ളിയുടെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി അത് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴേക്കും നമുക്ക് എടുക്കാറായെന്ന് മനസ്സിലാവും. ഈ ഒരു കളർ തന്നെ വേണേ. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1.5 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, 4 കരയാമ്പൂ, 2 ഏലക്ക, 1 ബേ ലീഫ്, 1 ടീസ്പൂൺ സോൾട്ട്, ഉപ്പ് ഞാനിവിടെ അര ടീസ്പൂൺ വെച്ചിട്ടാട്ടോ ഇടണത്, 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. എന്തിനാണാവോ ഞാനിങ്ങനെ കുടഞ്ഞിടണമെന്ന് ദൈവത്തിനറിയാം. പിന്നെ നമ്മൾ ആ വാട്ടിയെടുത്ത ഉള്ളിയില്ലേ അതിന്റെ പകുതിയും കൂടി ഇട്ട്
നമ്മുടെ ആ ഊറ്റിയെടുത്ത ആ ബാസ്മതി റൈസ് ഇല്ലേ, ലിഡ് ക്ലോസ് ആക്കി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ. അരിയുടെ വേവ് എന്ന് പറയണത് 75% മതി. ബാക്കി നമുക്ക് ദം ഇടുമ്പോ കറക്റ്റ് പാകത്തിനുള്ളത് ആവും. ഈ 75% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വറ്റി തീരുമ്പോ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ലിഡ് അടച്ച് വെക്കാൻ. എന്നാലാണ് നമ്മുടെ റൈസിന് കറക്റ്റ് ആയിട്ട് ഫ്ലേവർ പിടിക്കും, റൈസ് നമ്മൾ ഒട്ടി പിടിക്കാണ്ടിരിക്കുകയോ ചെയ്യുള്ളൂ. അതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ നേരത്ത് നമുക്ക് വേറെ ഒരു പാനിലേക്ക് ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ട ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. സാധാ ഓയിൽ തന്നെ മതി. അതിലേക്ക് 2 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ടോട്ടോ, ഒരു പച്ചമുളക് നന്നായി അരിഞ്ഞത്, 1.5 ഇഞ്ച് നീളമുള്ള കറുവപ്പട്ട, 4 കരയാമ്പൂ, ഒരു സ്റ്റാർ പോലത്തെ സാധനമില്ലേ തക്കോലം എന്ന് പറയാം അത്, പിന്നെ നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോ ബാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പർ. എനിക്ക് ആ കൊടയണ ശീലമുണ്ടല്ലോ അതെനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കണ പ്രോസസ്സാട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത് വാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഞാൻ എന്റെ റൈസ് നോക്കിയപ്പോ അത് ഏതാണ്ട് 75% കുക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ റൈസ് മാറ്റിയിട്ട് നമ്മുടെ റൈസ് വെച്ച പാനിൽ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കണേ കേട്ടോ. നമുക്കിവിടെ 2 പാൻ ഇല്ലാത്തോണ്ട് കേട്ടോ അങ്ങനെ ചെയ്ത്. അതിലോട്ട് ഒരു 2.25 കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒരു ഗ്രേവി പോലെ ആവുമ്പോ അതിന്റെ പാകം കറക്റ്റ് ആയിന്ന് നമുക്ക് മനസ്സിലാവാം കേട്ടോ. ശേഷം നമ്മുടെ ചിക്കൻ തുറക്കുമ്പോൾ ഒരു 1.5 സ്മെല്ല് വരും മോനെ. അതിലേക്ക് ഒരു 3/4 കപ്പ് മിന്റ് ലീഫ് ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഈവൻ ആയിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. കഴിഞ്ഞു മോനെ നമ്മുടെ പരിപാടി. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാട്ടോ. എന്നിട്ട് ആ ദമ്മ് പൊട്ടിക്കുമ്പോഴുള്ള ഒരു സ്മെല്ല് ഉണ്ടല്ലോ യാ മോനെ. നല്ല ചൂട്ടോടെ സെർവ് ചെയ്യണേക്കാളും നല്ലത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യണതായിരിക്കും. അപ്പോഴത്തേക്കും മസാലയൊക്കെ നന്നായി പിടിക്കും കേട്ടോ. സൈഡിൽ നിന്ന് അച്ഛന് ഡയറക്റ്റ് ചെയ്തിട്ടാ കറക്റ്റ് ഈവൻ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ചെറിയ ഒന്ന് ചൂടുവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളത്തിലായാലും മതി, ഒരു കുറച്ച് പൊടിക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി വെതറി കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് ഒരു കളർ കിട്ടാനാട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത്. ശേഷം അതിന്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ അതിന് മറക്കണ്ട, അതും കൂടി ഇട്ട് അങ്ങോട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് നമുക്ക് കഴിച്ചു നോക്കിയാലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ദം ബിരിയാണിയുടെ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ബിഗിനേഴ്സ് ആണെങ്കിലും ധൈര്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഇത് ട്രൈ ചെയ്തോ. നല്ല കിടക്കാച്ചി സാധനമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, ബന്ധുക്കൾ, മിത്രങ്ങൾ, ശത്രുക്കൾ എല്ലാരും കൊണ്ടിട്ട് ഇത് കൊടുത്തിട്ട് അങ്ങോട്ട് ഇംപ്രസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഉണ്ടാക്കി വന്നപ്പോ നമ്മൾ തന്നെ മെഴുങ്ങി തീർന്നു ഗൈസ്. അപ്പൊ എനിക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ടിന്ന് കുറച്ചുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഞാൻ കൊടുത്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. നിങ്ങൾ ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കോമെന്റ്സ് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ മക്കളെ. ബൈ.